ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. കവിഞ്ഞൊഴുകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. ഇടതുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രവിക്കുകയായിരുന്നു യെശയ്യാ 57, യെശയ്യാ 57-ൻ്റെ 14 മുതലുള്ള തിരുവചനം. അതിൽ ഈശോ വീണ്ടും പറയുന്നു, ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല, കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത്. എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത്. എന്നേക്കും കോപിക്കാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് കർത്താവ് പറയാൻ, എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ജീവൻ പുറപ്പെടുന്നത് എന്നിൽ നിന്നെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൽ നിന്നാണ് നമ്മളിലേക്ക് ജീവൻ പുറപ്പെടുന്നത്. പുറമേ നിന്നൊരു ജീവൻ നമ്മളിലേക്ക് കടന്നു വരികയല്ല. ഓൾറെഡി കർത്താവ് നമ്മളിലേക്ക് നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക. എന്നിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ആ ജീവൻ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ജീവൻ, ജീവശ്വാസമാകുന്ന കർത്താവ് ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നമ്മളെ വഴി നടത്തുന്നുണ്ട്. പാപത്തിൽ വീഴാതെ, തിന്മയിൽ അകപ്പെടാതെ, സാധാരണ കെണികളിൽ നിന്ന് കാത്ത് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പരിപാലന നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഞാൻ എന്നേക്കും കോപിക്കത്തില്ല, ഞാൻ എന്നേക്കും കോപിക്കത്തില്ല, ഞാൻ എന്നേക്കും ശിക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ, അവൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം. അപ്പം അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഒരു പരിധി വരെയാണ് കർത്താവിൻ്റെ കോപം നിൽക്കുകയുള്ളൂ. ബാക്കി കർത്താവിൻ്റെ കരുണ നമ്മുടെ ആത്മാവിൻ്റെ മേലുണ്ട്, ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാപത്തിൻ്റെ കൊടുമുടിയിൽ നമ്മൾ നിൽക്കുന്നവരാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തേക്കാൾ ഉപരിയാണ്. അപ്പം അതുകൊണ്ട് ആ കരുണയുടെ അവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ, എന്താ പറയുക, അതിലേക്ക് നമ്മൾക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റണം. ആ കരുണയുടെ തലത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ. നിരാശ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ, ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ഘടകമാണ് നിരാശ എന്ന് പറയുന്നത്. നമ്മുടെ പാപത്തിൻ്റെ മേഖലകളും പാപ സാഹചര്യങ്ങൾ എത്രയുണ്ടെങ്കിലും ഈശോ ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നു, ഞാൻ എന്നേക്കും കോപിക്കത്തില്ല. എത്ര വലിയ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്, മേലിൽ ചെയ്യില്ല. ഈ ഉറപ്പ് ഈശോയ്ക്ക് നിങ്ങൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഈ ഉറപ്പ് നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. ചെയ്ത തെറ്റിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആകുലപ്പെടരുത്, ഭാരപ്പെടരുത്. ദൈവഹിതമല്ല, മേലിൽ ചെയ്യാതിരിക്കുക, തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു തെറ്റ് തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പാപം എന്ന് പറയുന്ന സ്പിരിറ്റ് നമ്മളിലുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത്, പാപം എന്ന് പറയുന്നത് പാപങ്ങളെക്കാൾ വലുതാണ്. ഹല്ലേലൂയ. പാപങ്ങൾ ചെറുതും പാപം വലുതുമാണ്. ആദ്യത്തെ പാപം അതാണ് വലുത്, അത് ഉൽപ്പത്തിയിലുള്ളതല്ല, നമ്മളിലുള്ള ആദ്യ പാപം. 10 കൽപ്പന നിങ്ങളെടുത്തോ. ഈ 10 കൽപ്പനയിൽ 10 ലംഘിച്ചവരുണ്ട്. 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒരു കൽപ്പനയിൽ പതിവായി വീഴ്ച വരുത്തുന്നവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കൽപ്പനയിൽ പതിവായി വീഴ്ച വരുത്തുക. ഈ വീഴ്ച ആദ്യം വരുത്തിയത് ഡയറക്റ്റ് ലംഘനം, മാരക പാപം ഏറ്റവും ആദ്യം ചെയ്തതാണ് പാപം. ഞാനിപ്പോൾ 1-ാം പ്രമാണം ലംഘിച്ചു, ഞാനൊരു ആരാധന മൂർത്തിയെ പോയി ഞാൻ ആരാധിച്ചു, 1-ാം പ്രമാണ ലംഘനം, അത് പാപമാണ്. പിന്നീട് ഞാൻ പോയിട്ട് ആരാധിച്ചിട്ടില്ല,
പക്ഷേ ഞാൻ ആരാധിക്കുന്നതിന് പകരം എനിക്ക് വരുന്ന കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ അഡ്വൈസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഞാൻ ജാതകവും മറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കി അതിൽ ഞാൻ വാരഫലവും ഒക്കെ നോക്കി അതിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത പാപം, ഒരു ആരാധനാമൂർത്തിയെ പോയി ഞാൻ ആരാധിച്ചു, അവരുടെ വിഗ്രഹത്തിൽ മുന്നിൽ ഞാൻ കമഴ്ന്നു വീണു. അത് പാപമാണെങ്കിൽ ആ പാപം എന്ന് പറയുന്ന സ്പിരിറ്റ്, ആ രൂപിയാണ് പിന്നീട് അങ്ങോട്ട് എന്നെക്കൊണ്ട് പാപങ്ങൾ ചെയ്യിക്കുന്നത്. ആദ്യത്തെ പാപം ഒരു ഫൗണ്ടേഷൻ സ്റ്റോണാണ്. അത് എന്നിൽ സാത്താൻ ഇട്ടിരിക്കുന്ന ഒരു അടിത്തറയാണ്. അത് വെച്ചിട്ട് അതിൽ അവൻ്റെ വാസസ്ഥലം അവന് പണിയാൻ പറ്റും. ആ വാസസ്ഥലത്തിൻ്റെ ഓരോ കട്ടകൾ അവൻ വെക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന ഓരോ പാപങ്ങളും. ഹല്ലേലൂയ. ഞാൻ വ്യഭിചാരം ചെയ്തു, 6-ാം പ്രമാണം ലംഘിച്ചു. ഒരു തവണ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് സ്വയം ഭോഗത്തിനും സ്വർഗ്ഗഭോഗത്തിനും മൃഗഭോഗത്തിനും ഒക്കെ അടിമയായി, പോണോഗ്രാഫിക്ക് അടിമയായി. പക്ഷെ ഒരു തവണയാണ് ഞാൻ വ്യഭിചാരം ചെയ്തത്. അപ്പോൾ ആ വ്യഭിചാരം ചെയ്തു എന്ന് പറയുന്ന ആദ്യത്തെ പാപവും പിന്നീട് അങ്ങോട്ട് അതിനനുബന്ധമായിട്ട് വരുന്നതെല്ലാം പാപങ്ങളാണ്, പാപമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാപം വലുതും പാപങ്ങൾ ചെറുതുമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഫൗണ്ടേഷൻ സാത്താനിട്ടും. ഏത് പാപത്തിനും അവൻ്റേതായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അവനിട്ടിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ നിന്നുകൊണ്ടാണ് ബാക്കി നമ്മളെ കൊണ്ട് ഓരോ ദിവസങ്ങളിലും അവൻ പാപം ചെയ്യിപ്പിക്കത്തുള്ളൂ. ഓരോ പാപവും ഈ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ്. അവൻ എത്ര ഫൗണ്ടേഷൻ ഇട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കള്ളസാക്ഷ്യം പറയുന്നതിൻ്റെ, അന്യൻ്റെ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിൻ്റെ, വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ, പ്രമാണ ലംഘനങ്ങളിൽ 1, 2, 3 ഏറ്റവും മാരക പാപങ്ങളിലേക്ക് പോകുന്ന ആദ്യത്തെ 3 പ്രമാണ ലംഘനങ്ങളിൽ, ഇതെല്ലാം ഓരോ പാപങ്ങൾ. കർത്താവിൻ്റെ ദിവസം ഞാൻ പരിശുദ്ധമായിട്ട് ആചരിക്കുന്നില്ല, കർത്താവിൻ്റെ നാമം പരിശുദ്ധമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നില്ല, കർത്താവിൻ്റെ നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ഞാൻ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിലും ഓരോ തരത്തിൽ ഒരു ഫൗണ്ടേഷനുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്ത പാപം, ഫസ്റ്റ് സിൻ, ആദ്യ പാപം എന്ന് പറഞ്ഞുകൊണ്ട് ആദത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തിരിക്കുന്നൊരു പാപമുണ്ട്. ആദ്യ പാപം, അനുസരണക്കേടിൻ്റെ പാപം. ഈ പാപത്തിന് മൂലം സകല മനുഷ്യവംശങ്ങളും നശിച്ചു എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്ത പാപം മൂലം എൻ്റെ കുടുംബം മൊത്തം നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചെയ്ത ഒരു പാപം മൂലം, മാരക പാപം മൂലം എൻ്റെ മൊത്തം ആത്മീയ ജീവിതം നശിക്കും. കാരണം ഒരു പാപം, ഒരു സ്റ്റോൺ അവൻ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോണിനെ തല്ലി പൊട്ടിച്ച് അതിനെ നിർവീര്യമാക്കാൻ പറ്റണം. അതിനെ തല്ലി പൊട്ടിച്ച് കളയണം പ്രിയപ്പെട്ടവർ. അതാണ് ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് നമ്മളെ സംബന്ധിച്ച്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആ ഫൗണ്ടേഷൻ സ്റ്റോൺ, അവനിട്ടിരിക്കുന്ന ആ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇളക്കി മാറ്റാതെ ബാക്കിയുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടില്ല. നമ്മുടെ കണ്ണ് നേരെ നിൽക്കില്ല. നമ്മളെല്ലാം വ്യഭിചാരം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾ മറ്റു പാപത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോലും അറിയില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അറിയാതെ അതിലേക്ക് പോവും. അവിടെ ചെന്നാൽ ഈ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയില്ല. നിങ്ങൾ പോയിട്ടുണ്ടാവും. നിങ്ങൾ ബോധപൂർവം പോകുന്നതല്ല. കാരണം എന്താ? ആദ്യത്തെ അടിത്തറ കിടക്കുന്നത്, മാരകപാപത്തിൻ്റെ ആദ്യത്തെ അടിത്തറ കിടക്കുന്നത് അത് ഭീകരമാണ്. അത് പൊട്ടിച്ച് കളയണം. നമ്മളിപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അവർ പറയും HbA1c ചെക്ക് ചെയ്യണം, 3 മാസത്തെ ഹിസ്റ്ററി. അത് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോഴുള്ള ഷുഗറിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് അടുത്തൊരു 6 മാസത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് മധുരം എല്ലാം ഒഴിവാക്കി ഫുൾ സെറ്റാക്കി കംപ്ലീറ്റ് എല്ലാം മാറ്റി വെച്ച് ഇതിന് വേണ്ടിയിട്ട് ഈ അടിത്തറയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പരിശ്രമം തുടങ്ങാം. എന്തുകൊണ്ട്? മെഡിസിനിലൂടെയും ഡയറ്റിലൂടെയും ഡയറ്റ് ചാർട്ടും ഒക്കെ എടുത്ത് ഒരു പരിശ്രമം തുടങ്ങി ആ HbA1c അത് ബിലോ 5 എത്തിക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? അത് കുറച്ചാലേ അനുദിനമുള്ള ഷുഗർ ലെവൽ കൺട്രോൾഡ് ആവുകയുള്ളൂ. ഇത് തന്നെയാണ് പാപത്തിലും. ഒരു പാപത്തിന് വേണ്ടി നിങ്ങൾ ബലം കൊടുക്കരുത് ദൈവത്തെ ഓർത്ത്. ചില പാപങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ആ പാപം ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കരുത്. അത് നിങ്ങളുടെ ആത്മാവിനെതിരെ നിൽക്കുള്ളൂ, ആത്മാവിന് അനുകൂലമാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ കാരണത്തെ ചികിത്സിക്കണം പ്രിയപ്പെട്ടവർ. അതിൻ്റെ കാരണത്തിലാണ് സാത്താൻ കുടിയിരിക്കുന്നത്. അതിൻ്റെ കാരണത്തിലാണ് സാത്താൻ കുടിയിരിക്കുന്നത്. ആ കാരണത്തെ ബ്രേക്ക് ചെയ്താലേ ഈ ശീലം മാറുള്ളൂ. ആ കാരണത്തെ ബ്രേക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധ വചനം. വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. ഹല്ലേലൂയ. ഈശോയോട്
സാത്താൻ പറയുന്നത് ഈ കല്ലുകളോട് അപ്പമാകാൻ പറ, കല്ലുകളോട് അപ്പമാകാൻ പറയണം. ഞാനിത് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു കല്ല് അവൻ ഇട്ടിട്ടുണ്ട്, കല്ലിട്ടിട്ടുണ്ട്. കല്ലിന് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് കല്ലുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കല്ലിട്ട് തന്നിട്ടുണ്ട്. 91 കോട്ട് ചെയ്തിട്ടാണ് അവൻ പറയുന്നത്, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാർ നിൻ്റെ കയ്യിൽ താങ്ങും. സാത്താൻ കോട്ട് ചെയ്തത് നമ്മളെ സംരക്ഷണത്തിൻ്റെ വചനം എടുത്ത് സാത്താൻ കർത്താവിനെതിരെ കോട്ട് ചെയ്ത് സംസാരിച്ചു. ദാവീദ് 5 കല്ലെടുത്തു മിനുസമുള്ള. ഇങ്ങനെ കല്ല് വെച്ചിട്ടാണ് എല്ലാം. പാറയിൽ മോശ അടിച്ചു, കല്ലിലടിച്ചു, കല്ല് പിളർന്നു, വെള്ളം പുറത്തു വന്നു. കല്ലിന് പ്രാധാന്യമുണ്ട്. ഈ കല്ല് നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന ചില ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഉണ്ട് പാപത്തിൻ്റെ. ഈ കല്ല് ഇളക്കി മാറ്റാതെ നിങ്ങളിൽ വിശുദ്ധിയാർന്നൊരു ജീവിതം, പാപകരമായ അവസ്ഥയിൽ നിന്ന് മാറി വിശ്വാസത്തിലൊരു ജീവിതം നിങ്ങൾക്ക് ഈസി ആവില്ല. വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഒരിക്കലും വിശ്വാസം സ്ഥായിയായി നിലനിൽക്കില്ല. കുറച്ച് കാലത്തേക്ക് നിൽക്കും, വീണ്ടും തകരും, വീണ്ടും കുറച്ച് കാലത്തേക്ക് നിൽക്കും, വീണ്ടും തകരും. ഇങ്ങനെയേ വിശ്വാസം പോകുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കല്ലിനെ തകർക്കണം. നമ്മളിലിട്ടിരിക്കുന്ന സാത്താനിട്ടിരിക്കുന്ന ഈ തിന്മയുടെ കല്ലിന്, ആദ്യത്തെ പാപത്തിൻ്റെ അടിത്തറയെ തകർക്കണം. ഇപ്പോൾ ഒരു വെറുപ്പ്, ഇതിനെ തന്നെയാണ് മറ്റൊരു തരത്തിൽ നമ്മൾ പറയുന്നത് ആന്തരിക മുറിവെന്ന് പറയും. ആന്തരിക മുറിവ് പാപമാണോ? പാപമാണോ എന്ന് ചോദിച്ചാൽ പാപമല്ല, എന്നാൽ അല്ലേന്ന് വെച്ചാൽ അവൻ എന്നോട് അന്ന് അങ്ങനെ പെരുമാറിയതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുക. അതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യമാണ്. എത്ര ശ്രമിച്ചിട്ട് എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവനല്ല കുഴപ്പം, എനിക്കാണ് കുഴപ്പം. മുറിവ് എൻ്റെ ഉള്ളിലാണ്, അവൻ്റെ ഇല്ല. മുറിപ്പെടുത്തിയവന് മുറിയില്ലല്ലോ, മുറിവേറ്റവനല്ലേ മുറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ മുറിവുണ്ടെങ്കിൽ ഈ മുറിവിനെ പ്രതി പിന്നീട് അങ്ങോട്ട് ഞാൻ ചെയ്യുന്ന പാപം അവൻ അറിയുന്നുണ്ടോ? അവൻ ഫ്രീ ആയിട്ട് കിടക്കുക. അവനോട് വെറുപ്പ് ഞാനിങ്ങനെ സ്വാഭാവികമായിട്ട് അവനെ സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ ചാർജ് എടുത്തു. അപ്പോൾ ആദ്യത്തെ അവസ്ഥ എന്താണ്? ആന്തരിക മുറിവാണ്. ആന്തരിക മുറിവിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് വരുന്നതെല്ലാം പാപകരമായിട്ടുള്ള അവസ്ഥകളാണ്. അപ്പോൾ നമ്മളിൽ ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ടത് എന്താണോ അത് പുറത്താക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നത്, എൻ്റെ കോപം എന്നേക്കും നിലനിൽക്കില്ല, കാരണം ഞാനാണ് ജീവൻ നൽകുന്നത്, ഞാനാണ് ജീവശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ ഈ ജീവശ്വാസം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളെടുത്ത് ഉപയോഗിക്കണം. അരമണിക്കൂറെങ്കിലും ദിവസവും ബൈബിൾ വായിക്കണം. ഒരു ബ്രേക്കും വരാതെ അരമണിക്കൂർ വായിക്കണം, കണ്ടിന്യൂസ്ലി വായിക്കണം. ഒരു വെള്ളം പോലും കുടിക്കരുത് അതിനിടയിൽ. നിർത്താതെ അരമണിക്കൂർ നിങ്ങൾ ബൈബിൾ വായിക്കണം എല്ലാ ദിവസവും. അത് ഇംഗ്ലീഷോ ബൈബിളോ ഏത് ഭാഷ, ഇംഗ്ലീഷോ മലയാളമോ ഏത് ഭാഷ ആയിക്കൊള്ളട്ടെ, അരമണിക്കൂർ നിങ്ങൾ നിർത്തരുത്. സഭ നമുക്ക് പാർഷ്യൽ ഇൻ്റലിജൻസ് തരുന്നുണ്ട്, അതിന് ഭാഗികതയുടെ വിമോചനം തരും. അതിലൂടെ നിങ്ങൾ ഈ അരമണിക്കൂർ ബൈബിൾ റീഡിങ് 90 ദിവസം നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ 33 ദിവസം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന പാപത്തിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. ഈ ആദ്യം ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺ ഇളകി തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി അരമണിക്കൂർ സമയം വീതം ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പാപത്തിൻ്റെ ചില കെട്ടുകൾ അഴിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കിക്കോ, നമ്മൾക്ക് പിന്നീട് അങ്ങോട്ട് ആദ്യം ചെയ്ത പാപത്തിൻ്റെ തലം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആദ്യം സാത്താനിട്ടിരിക്കുന്ന അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോൾ കൂടെ ആ പാപം ചെയ്യാനുള്ള പ്രവണതയില്ല. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ടും സാധിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ഈ വചനം വായിക്കുമ്പോൾ വചനത്തോടുകൂടെ ജപമാല ചൊല്ലണം. നിങ്ങൾ എപ്പോൾ വചനം വായിച്ചാലും വചനം അവസാനിപ്പിക്കേണ്ടത് ജപമാലയിലായിരിക്കണം. കാരണം വചനം വിടുതലും ജപമാല വിശുദ്ധിയും തരും. വിടുതൽ കിട്ടിയെടുത്ത് വിശുദ്ധി അപ്ലൈ ചെയ്യണം. മറ്റൊന്നും പിന്നെ അവിടെ സ്ഥാനം എടുക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഏത് തിന്മയെ നമ്മളിന്ന് പുറത്താക്കിയാലും നമ്മൾ പറയണം, മേലിൽ എന്നിലേക്ക് തിരിച്ചു വരരുതെന്ന് യേശുനാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാകണം. നമ്മളെ ഭരിക്കുന്ന രോഗമായിക്കൊള്ളട്ടെ, പാപമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് പുറത്താക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും കൂട്ടിച്ചേർക്കണം, മേലിൽ എന്നിലേക്ക് നീ തിരിച്ചു വരരുതെന്ന് യേശുനാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. അതും കൂടി അത് കൽപ്പിച്ചാൽ അവിടെ ഒരു മുദ്ര വെച്ച് അതിനെ അടക്കിയാണ്. പിന്നെ അത് നമ്മളിലേക്ക് റീജോയിൻ ചെയ്യില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മളിലേക്ക് പിന്നെ അത് വരാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആന്തരിക മുറിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഇന്നർ ഹീലിങ്ങിൻ്റെ ആവശ്യത്തെക്കാൾ ഉപരി
നിങ്ങൾ തന്നെ ആ വിടുതലിന് വേണ്ടി ബന്ധിക്കണം. മുറിവ് പറ്റിയിട്ടുണ്ടോ അതിനെ ബന്ധിക്കണം, രക്തം കൊണ്ട് ബന്ധിക്കണം. നിങ്ങളിലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്, കുഞ്ഞുനാളിലെ നിങ്ങൾക്ക് നിങ്ങളോട് ഒറ്റപ്പെടുത്തി, കൂടുതൽ നിങ്ങൾ വ്രണപ്പെടുത്തി, മുറിപ്പെടുത്തി, മാതാപിതാക്കൾ പാർഷ്യാലിറ്റി കാണിച്ചു, പല കാരണങ്ങളുണ്ട്, മിസ്യൂസ് ചെയ്യപ്പെട്ടു, പല രീതിയിൽ നിങ്ങൾക്കൊരു മുറിവ് പറ്റി. ഈ മുറിവ് 90 വയസ്സായാലും പറയും, കുഞ്ഞുനാളിൽ എനിക്ക് മുറിവ് പറ്റി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഴും. ഈ മുറിവിനൊക്കെ ഒരു പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാൻ, അത് കഴിയുമ്പോൾ അത് ഉണങ്ങും. ഇതൊരു തരമായിട്ട് എടുത്ത് വെച്ചിരിക്കുക. ആന്തരിക മുറിവുള്ളതുകൊണ്ട് ബ്രദറെ ഞാൻ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ ഒരു 80 ആന്തരിക മുറിവ് ഉണങ്ങിയില്ലേ? ആന്തരിക മുറിവിന് അത്രയും നാളത്തേക്കൊന്നും ആന്തരിക മുറിവ് പോകത്തില്ല. നിങ്ങൾ മെച്ചുവേർഡ് ആയതിനു ശേഷം ആദ്യം സ്വീകരിക്കുന്ന കൂദാശ ഏതാണോ അതിലത് ഹീലാവണം. അതിലത് ഹീലായിട്ടുണ്ട്. മീൻസ് ഒന്നെങ്കിൽ പൗരോഹിത്യം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വിവാഹം എന്ന കൂദാശ, ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിൽ ഹീലാവും. അത്രയേ ഉള്ളൂ ആന്തരിക മുറിവിൻ്റെ ലൈഫ്. പിന്നെയും അതും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് കൊണ്ടു നടക്കുന്ന, അതിനെ മൈൻഡ് ചെയ്യണ്ട. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് വെച്ച് എന്നിൽ ഈ മുറിവുള്ളത് കൊണ്ടാണല്ലോ, ഇത് സാത്താനുള്ളിൽ തരുന്നൊരു പ്രേരണയാണ്. ഈ മുറിവുള്ളത് കൊണ്ടല്ല നീ പാപം ചെയ്യുന്നത്, ആ മുറിവുള്ളത് കൊണ്ടല്ല, ആ മുറിവിനെ തരമാക്കി ഞാൻ പാപം ചെയ്യാൻ ശീലിക്കുക. പല ആന്തരിക സൗഖ്യം, അതുകൊണ്ട് ഞാൻ ആന്തരിക സൗഖ്യതയാണ് ഞാൻ അധികം ചെയ്യാറില്ല, വലിയ ഗുണമില്ല അതുകൊണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് വെച്ചുകൊണ്ടിരിക്കുക. ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വരുന്ന ആൾക്കാർ മുഴുവൻ പറയും ആന്തരിക മുറിവാണ്. എവിടെയാണ് ഈ മുറിവെന്ന് ഞാനത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ആന്തരിക മുറിവിനൊക്കെ ഒരു ടൈമില്ല എല്ലാത്തിനും പ്രിയപ്പെട്ടവർ. ഒരു ബന്ധനം നമ്മൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ബോണ്ടേജ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തു വരാനായിട്ടും ഒരു സമയമുണ്ട്. സാത്താന് പോലും ശരീരത്തിൽ ദൈവം ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. ജോബിനെ പരീക്ഷിക്കാൻ പോലും ദൈവം ടൈം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൻ പിൻവാങ്ങി, സാത്താൻ പിൻവാങ്ങേണ്ടി വരും, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ആന്തരിക മുറിവില്ല പ്രിയപ്പെട്ടവരെ. ഈ ആന്തരിക മുറിവിൻ്റെ പേരും പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ ജോലിക്കും പോകത്തില്ല, ആയുഷ്കാലം മുഴുവൻ വെള്ളവും അടിച്ച് ചീട്ടും കളിച്ച് അല്ലെങ്കിൽ പാപവും ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറ്റം വിധിച്ചും എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ ഒറ്റയ്ക്കാവാൻ കാരണം ആന്തരിക മുറിവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ പഴിചാരി ജീവിക്കുന്ന എത്രയോ ജന്മങ്ങളുണ്ടെന്നറിയോ. ഒരു ജോലി പോലും എടുക്കാതെ വീട്ടിൽ അടച്ചു പൂട്ടി മാതാപിതാക്കളെ കൊണ്ട് ജോലി എടുപ്പിച്ച് അതിൻ്റെ വിഹിതം കൊണ്ട് ജീവിക്കുന്ന വർഗ്ഗങ്ങൾ കുറേ ഉണ്ട്. ഭാരമായിട്ട്, ഭൂമിക്ക് ഭാരമായിട്ട്, ഭവനത്തിന് ഭാരമായിട്ട് ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഭർത്താവിന് ഭാരമായിട്ട്, ഭാര്യയ്ക്ക് ഭാരമായിട്ട് ജീവിക്കുന്നവങ്ങളുണ്ട്. വെറും വേസ്റ്റാണ്. ആന്തരിക മുറിവൊന്നും അങ്ങനെ കാലാകാലങ്ങൾ നിലനിൽക്കുന്ന ഒന്നല്ല. ആന്തരിക മുറിവെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ കൂദാശ സ്വീകരണമെന്ന് പറയുന്ന മറുബോധ്യവും ആ വ്യക്തിക്കുണ്ടാവും. അതല്ലെങ്കിൽ ആന്തരിക മുറിവുള്ള വ്യക്തിക്ക് ഒരിക്കലും അത് കൂടെ വിളിച്ചു പറയില്ല. ഹല്ലേലൂയ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് ആന്തരിക മുറിവല്ലെന്ന്. ആന്തരിക മുറിവുള്ള വ്യക്തി ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകർ പറയുമ്പോഴേ അത് അറിയുള്ളൂ അത് ആന്തരിക മുറിവാണെന്ന്, അതല്ലാതെ അറിയില്ല. ഇതറിഞ്ഞ ശേഷവും ആന്തരിക മുറിവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആന്തരിക മുറിവിനെ മിസ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അത് വെച്ചുകൊണ്ട് പാപത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. ആന്തരിക മുറിവുണ്ടോ ആ വ്യക്തിക്ക് അറിയാൻ പറ്റില്ല. ആരെങ്കിലും പറയും നിനക്ക് ഇങ്ങനൊരു മുറിവ് കുഞ്ഞുനാളിൽ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഈ പാപം ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറയുമ്പോഴേ ആണോ എന്നവർ ചോദിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ആന്തരിക സൗഖ്യത്തിന് ഞങ്ങൾക്ക് പണി കുറവാണ്. കാരണം വരുന്നവരും എല്ലാം മുറിവും കൊണ്ടാവന്നെ. അവർ തന്നെ പറയും ബ്രദർ മെസ്സേജ് ഒന്നും എടുക്കണ്ട, കൗൺസിലിങ്ങും വേണ്ട, ഈ മുറിവുണ്ട്. കാരണം ഇത് കേട്ട് ധ്യാനം കൂടി ആന്തരിക മുറിവ് ഇപ്പോൾ ഒരു മുറിവല്ലാതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഏത് വലിയ അവസ്ഥയിലൂടെ നിങ്ങൾ പോയാലും ഈശോ പറയുന്നുണ്ട് ഞാനാണ് ജീവൻ, ഞാനാണ് ജീവശ്വാസം. വചനം പഠിപ്പിക്കുന്ന ദൈവമേ, നീയാണ് ജീവനെങ്കിൽ, നീയാണ് ജീവശ്വാസമെങ്കിൽ എന്നിൽ ജീവൻ കെട്ടുപോയ ശരീരത്തിൻ്റെ ഓർഗൺ, ജീവൻ കെട്ടുപോയ എൻ്റെ പ്രാർത്ഥന ജീവിതം, ജീവൻ കെട്ടുപോയ കൽപ്പന. 10 കൽപ്പനയിലുണ്ട്. അതിൽ 3-ാമത്തെ കൽപ്പന, 5-ാമത്തെ കൽപ്പന, 6-ാമത്തെ കൽപ്പന. ഈ കൽപ്പന മരിച്ചു കിടക്കുക, ചത്ത് കിടക്കുക, ജീവനില്ല. കാരണം എനിക്കത് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കൽപ്പനയിലേക്ക് നിൻ്റെ ജീവശ്വാസത്തെ നീ അയക്കണം. ആമേൻ. ഹല്ലേലൂയ. ഈ കൽപ്പനയിലേക്ക്, ഞാൻ പതിവായി ലംഘിക്കുന്ന ഈ കൽപ്പന എന്നെ സംബന്ധിച്ച് മരിച്ചു കിടക്കുക, ആ കൽപ്പന ജീവൻ പ്രാപിക്കില്ല, എനിക്കത് പാലിക്കാൻ പറ്റില്ല. അതിലേക്ക് ജീവനായ ജീവശ്വാസമായ കർത്താവ് നിൻ്റെ ജീവശ്വാസത്തെ ഈ കൽപ്പനയിലേക്ക് നീ അയക്കണം. ജീവശ്വാസമാണ് ദൈവമെങ്കിൽ ആ ജീവശ്വാസം നിന്നിൽ പതിവായി നീ ലംഘിക്കുന്നത് ഏത് പാപമാണോ, ഏത് കൽപ്പനയാണോ, അതിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസം വരും. ആ കൽപ്പന പാലിക്കാൻ തക്കവിധം നീ ബലം പ്രാപിക്കും യേശുനാമത്തിൽ.
അത് ബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പനയെ പാലിക്കാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവജനമേ, വചനം വായിക്കുക, വചനം വായിക്കണം. വചനം മുടക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും വചനം മുടക്കരുത്. വചനം വായിച്ചിട്ടുണ്ടാകണം. അരമണിക്കൂർ വായിക്കണം, തനിച്ച് വായിക്കണം. ഓരോരുത്തർക്കും ഓരോ ബൈബിൾ ഉണ്ടാവുകയും വേണം. വീട്ടിൽ ഒരാൾക്കൊരു ബൈബിൾ വെച്ചുണ്ടാവണം. അങ്ങനെ തന്നെ വേണം. അങ്ങനെ വായിക്കണം. ആ ബൈബിൾ തന്നെ എടുത്ത് വായിക്കണം. ആ വചനം എടുക്കുമ്പോൾ ഈശോയെ മടിയിലിരുത്തണം, ഈശോയുടെ മടിയിലിരിക്കണം. കർത്താവിനെ കരങ്ങളിൽ വെച്ചിരുന്ന് മൊബൈൽ ഫോണിൽ ഒരിക്കലും വചനം വായിക്കരുത്. ഒരിക്കലും ഫോണിൽ വചനം നോക്കരുത്. ഒരിക്കലും നോക്കരുത്. ഞാൻ ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. വചനം ബൈബിൾ തന്നെ എടുത്ത് വായിക്കണം. ഫോണിൽ എടുക്കല്ലേ, വചനത്തെ അഴുക്കാക്കരുത്. കുറേ അഴുക്കിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി വെക്കാനുള്ള പുസ്തകമല്ല ഇത്, വെളിപാടിൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് വചനത്തെ ഫോണിലിട്ടിട്ട് ആവശ്യമുള്ളത് അതിൽ നിന്ന് ഈ കോഴി ചിക്കുന്ന പോലെ ഇട്ട് ചിക്കി ചിക്കി എടുക്കരുത്. വചനം അങ്ങനെ എടുക്കാനുള്ളതല്ല. വചനം, വെളിപാടിൻ്റെ ഗ്രന്ഥം കൈകൊണ്ട് എടുത്ത് വായിക്കണം. ഇതാണ് സഭ തന്നത്. മറ്റേത് സാത്താൻ തന്നതാണ്. ഇത് സഭ തന്നതാണ്. സഭ തന്നതിലൂടെ തന്നെ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലൂടെയാണ് കർത്താവ് മനുഷ്യമക്കളിൽ പ്രവർത്തിക്കുന്നത്. സഭയിലൂടെ. പത്രോസ്, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈ പാറമേൽ സഭ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭയിലൂടെ തന്നെ കിട്ടാനുള്ളത് സഭയിലൂടെ തന്നെ വാങ്ങിക്കണേ. മറ്റു വചനം നിങ്ങൾക്ക് നിലനിൽക്കത്തില്ല. ഇത് കയ്യിലെടുത്ത് വായിക്കുമ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ അഭിഷേകമുണ്ട്, വായിക്കുമ്പോൾ ആധരം അഭിഷേകം കിട്ടും, നോക്കുമ്പോൾ കണ്ണുകൾക്ക് അഭിഷേകം വരും. ഇതെല്ലാം ഒരേ സമയം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇത് തന്നെ കയ്യിലുണ്ടാവണം. ഫോണിൽ കിട്ടില്ല. ഫോണിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്, എന്തെല്ലാം കോമഡി, എന്തെല്ലാം മറ്റു പരിപാടികൾ, ടിക്ടോക്ക് പോലുള്ള സംഭവങ്ങൾ, മറ്റു കുക്കറി ഷോകൾ, തെറ്റായിട്ടുള്ളത്, മോശമായിട്ടുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക അസാസിൻസ്, അങ്ങനെ പലതും നിങ്ങൾ കാണുന്നതാണ്. പലതും കണ്ട കണ്ണ്, പലതും പതിഞ്ഞ കണ്ണാണത് ഫോണിൽ. നമ്മുടെ ദൃഷ്ടി ചെന്ന് പതിയുന്നിടത്തെല്ലാം അരൂപികൾ ചെന്ന് പതിയുന്നുണ്ട്. അപ്പോൾ ഫോണിൽ അത്ര അരൂപികളുടെ നടുവിൽ കൊണ്ട് ഈ വചനം വെച്ചാൽ, വചനം അതിൽ നോക്കി വായിച്ചാൽ നിങ്ങൾക്കൊരു ഗുണവുമില്ല. ആ വചനത്തെ നിന്ദിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് വെളിപാടിൻ്റെ ഗ്രന്ഥം, വിശുദ്ധ ബൈബിള് കയ്യിലെടുക്കുക. കൊണ്ടു കിടക്കാൻ ഒരു നാണവും വിചാരിക്കേണ്ട, ഒരു ഭാരവും വിചാരിക്കേണ്ട. അത് കയ്യിലെടുത്ത് അത് വെച്ച് തന്നെ ഇരുന്ന് ബൈബിൾ വായിക്കുക, വചനം വായിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 14:14 പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ, ശാന്തത എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ശാന്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്, എളുപ്പമല്ല. നിങ്ങളൊന്നും മിണ്ടാതെ അനങ്ങാതിരിക്കാനല്ല അതിനർത്ഥം. ശാന്തമായിരിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ധ്യാനത്തിലായിരിക്കുക എന്നുള്ളതാണ്. എങ്കിലേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുള്ളൂ. അതല്ലാതെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വായും വീട്ടി തിരിച്ചു നടക്കാനല്ല അതിനർത്ഥം. ശാന്തമായിരിക്കുക, ശാന്തത എന്ന് പറയുന്നത് ക്രിസ്തുവിലെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആയിരിക്കുക, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുക എന്നർത്ഥം. അങ്ങനെ രൂപപ്പെട്ടാൽ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങനെയാണെങ്കിലേ പുറപ്പാട് 14:14 വചനം നമ്മളിൽ നടക്കുകയുള്ളൂ, നിറവേറ്റപ്പെടുകയുള്ളൂ. ശാന്തത എന്ന് പറയുന്നത് ക്രിസ്തുവായിത്തീരലാണ്. എന്നിൽ ക്രിസ്തു രൂപപ്പെടലാണ് ശാന്തത എന്ന് പറയുന്നത്. ലോകത്തിന് അത് തരാൻ പറ്റില്ല. കുറേ സൈലൻസ് കിട്ടുന്നതല്ല ശാന്തത എന്ന് പറയുന്നത്. മനസ്സിലൊരു സ്വസ്ഥത കിട്ടുന്നതല്ല ശാന്തത എന്ന് പറയുന്നത്. ക്രിസ്തു രൂപപ്പെടുമ്പോൾ ആത്മാവിന് കിട്ടുന്ന അഭിഷേകത്തിൻ്റെ പേരാണ് ശാന്തത. ഹല്ലേലൂയ. ക്രിസ്തു തരുന്ന ശാന്തത മനസ്സിനും ഹൃദയത്തിനുമല്ല, ആത്മാവിലാണ്. ക്രിസ്തു തരുന്ന ഭാരവും ആത്മാവിലായിരിക്കുകയുള്ളൂ. കാരണം കർത്താവിന് അതിലൂടെ മാത്രമേ നിന്നെ നേടാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുന്നു, ദൈവവചനത്തിലൂടെ ദൈവമായ കർത്താവ് യെശയ്യാ പ്രവചനത്തിലൂടെ നമ്മളോട് പറയാണ്, ഞാനാണ് ജീവൻ, ഞാനാണ് ജീവശ്വാസം നൽകുന്നത്. നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ജീവശ്വാസം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റപ്പെട്ടിട്ടില്ല. നൽകാതിരിക്കുന്നില്ല, നൽകിയേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നൽകപ്പെട്ട ജീവശ്വാസത്തിൽ എനിക്ക് ജീവൻ നിലനിൽക്കുന്നില്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓർഗൻ കംപ്ലൈൻ്റ് ആണോ? അവിടെ നിങ്ങൾ പറയണം, അതിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസം കടന്നു വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ചില രോഗങ്ങൾ നിങ്ങളെ വിട്ടു മാറുന്നില്ലേ? അതിന് കാരണമായിട്ടുള്ള ഓർഗനിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസത്തെ നിങ്ങൾ ക്ഷണിക്കണം, വരും. നിങ്ങളുടെ കിഡ്നി കംപ്ലൈൻ്റ് ആണോ? ജീവശ്വാസത്തെ ക്ഷണിക്കണം, അതിൻ്റെ റൂട്ട് ക്ലിയർ ചെയ്യണം. ജീവശ്വാസം കടന്നു വരാൻ നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. കടന്നു വരും. ജീവശ്വാസത്താൽ
അത് ഓപ്പണാകും, ഹീലിംഗ് കിട്ടും. പ്രിയപ്പെട്ടവരെ, ജീവശ്വാസമാണ് സകലതിനും ജീവൻ തരുന്നത്. കേടുപാട് പറ്റിയതിനെല്ലാം ജീവൻ തരുന്നത് ജീവശ്വാസമായ ദൈവമായ കർത്താവാണ്. അവൻ ജീവൻ തരും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ഞാൻ കോപിച്ചു. എൻ്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ തന്നിഷ്ടം കാറ്റി പിഴച്ച വഴി തുടർന്നു. ഞാൻ അവൻ്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും. പ്രിയമുള്ള ദൈവജനം, ഇവിടെ ഈശോ പറയുന്നു, വചനം പറയുന്നു, അവൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹ നിമിത്തം ദൈവം കോപിച്ചു എന്നുള്ളതാണ്. അത്യാഗ്രഹത്തിന് കർത്താവ് ഒരു പടി കൂടെ സ്ഥാനക്കയറ്റം കൊടുത്തു. ദുഷ്ടമായ അത്യാഗ്രഹം. നമ്മളിൽ ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്, ദുഷ്ടമായ അത്യാഗ്രഹമുണ്ട്. അതായത് നമ്മുടെ ആഗ്രഹത്തെ പ്രതി മറ്റൊരു വ്യക്തി മുറിപ്പെടാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതാണ് ദുഷ്ടമായ അത്യാഗ്രഹം. എൻ്റെ ആഗ്രഹത്തെ പ്രതി മറ്റൊരു വ്യക്തി മുറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടമായ അത്യാഗ്രഹമാണ്. എൻ്റെ ആഗ്രഹത്തെ പ്രതി ഒരാളും മുറിയപ്പെടാൻ പാടില്ല. എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ മറ്റൊരാളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടോ, അത്യാഗ്രഹമായ ദുഷ്ടതയാണ്. ദുഷ്ടമായ അത്യാഗ്രഹമാണ്. കർത്താവ് അവരുടെ കാവൽമാലാക ദൈവത്തോട് പരാതിപ്പെടും നിനക്കെതിരെ. അത് വലിയൊരു പരാതിയാണ് പ്രിയപ്പെട്ടവർ. ആ പരാതി സ്വർഗം സ്വീകരിക്കുകയും ചെയ്യും. അവരുടെ കാവൽമാലാഖമാർ നിനക്കെതിരെ ദൈവത്തോട് പരാതിപ്പെടും. നിൻ്റെ ആത്മീയ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, പക്ഷെ അത് പൂർത്തീകരിക്കാൻ വേറൊരാളെ മുറിപ്പെടുത്തരുത്. മറ്റൊരാളെ നമ്മൾ യൂസ് ചെയ്യരുത്. മറ്റൊരാൾക്ക് നമ്മൾ വേദന കൊടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സാധിച്ചെടുക്കരുത്. മറ്റൊരാൾക്ക് വേദന കൊടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ സാധിച്ചെടുക്കരുത് പ്രിയപ്പെട്ടവരെ. അതാണ് ദൈവത്തിൻ്റെ മുൻപിൽ അവരുടെ കാവൽമാലാക നിനക്കെതിരെ ദൈവത്തിൻ്റെ മുൻപിൽ പരാതിപ്പെട്ടാൽ പിന്നെ നീ എങ്ങനെ പ്രാർത്ഥിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ഒന്നും ഉയർച്ചയിലേക്ക് എത്തില്ല. നിങ്ങളിതിൽ നിന്ന് നിങ്ങൾക്ക് കുമ്പസാരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി, എന്താ പറയുക, ഒരാൾക്ക് അർഹതപ്പെട്ട ജോലി എൻ്റെ കഴിവും സ്വാധീനവും ഉപയോഗിച്ച് ഞാൻ നേടിയെടുക്കുകയാണ്. പക്ഷേ എനിക്ക് അർഹതയില്ല. ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അത്യാഗ്രഹം ദുഷ്ടമായ അത്യാഗ്രഹമായിട്ട് മാറി ആ ജോലി ഞാൻ സമ്പാദിച്ചു. ഈ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്ന സാലറി കംപ്ലീറ്റ് ഈ അത്യാഗ്രഹത്തിലൂടെ ദുഷ്ടമായ വിഹിതത്തിൻ്റെ ഓഹരിയാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ ജീവിതം ഒരു കാലത്തും സ്വസ്ഥത ഉണ്ടാവില്ല. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ ജോലി, നിൻ്റെ ഭവനം, നിൻ്റേതായിരിക്കുന്നത് എല്ലാത്തിലും മറ്റൊരാളുടെ കണ്ണുനീരിൻ്റെ നനവുണ്ടെങ്കിൽ നിനക്കൊരു കാലത്തും ഗതി കിട്ടത്തില്ല. കാരണം വേറൊരാൾ നിന്നെ പ്രതി ബലിയാടായിട്ടുണ്ട് നിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടെങ്കിൽ ഒരിക്കലും അവിടെ നിൻ്റെ ജോലിയിലൂടെ നിനക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്, നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അസാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടമായ അത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ അത്യാഗ്രഹങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അത് നമ്മളിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ വില കൊടുത്താൽ മതി. പക്ഷെ മറ്റൊരാൾ വില കൊടുക്കേണ്ടി വന്നാൽ അത് വളരെ 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 പരിതാപകരമാണ് അവസ്ഥ. അതുകൊണ്ടത് പാടില്ല പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മളോട് പറയുന്നത് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടുന്ന വിവേകം കാണിക്കണം. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ്, കാരണം ജീവിത അന്ത്യം നമ്മളെപ്പോഴും നമ്മൾ ഓർക്കണം. മരണത്തെ കാണാനായിട്ടോ. ഇപ്പോൾ ഉറങ്ങുന്നവരോടുകൂടെ ഞാൻ പറയാം, ഇപ്പോൾ എങ്ങനെ മരിച്ചു പോയ പണിയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളടുത്തിരുന്ന് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണേ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മരണത്തെ കാണണം. നമ്മുടെ മരണത്തെ എപ്പോഴും നമ്മൾ നോക്കിക്കാണണം. ഞാനെപ്പോഴും ചിന്തിക്കും, ഞാൻ രാത്രി എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, നാളെ നേരം വെളുത്തില്ലെങ്കിലോ, എനിക്ക് നാളെ നേരം വെളുത്തില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തീർക്കുകയാണെങ്കിൽ രാത്രി കംപ്ലീറ്റ് ചെയ്യും. ചില പ്രാർത്ഥനകൾ ബാക്കിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. നാളെ നേരം വെളുത്തില്ലെങ്കിലോ, ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇന്ന് കിടക്കുന്നത്. കാരണം നമുക്ക് അറിയില്ല നമ്മുടെ അവസ്ഥ ഒന്നും. ദൈവത്തിന് ഇഷ്ടമാണ്, കർത്താവിൻ്റെ ഇഷ്ടമാണ്, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ നേരം വെളുത്തില്ലെങ്കിലോ, ഇപ്പോൾ ഉറങ്ങുന്നവർ എഴുന്നേറ്റില്ലെങ്കിലോ,
അല്ലേ? ചാൻസാണ്, ഉറപ്പല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വചനം പ്രസംഗിക്കുന്നതുകൊണ്ട് പറയണതൊക്കെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവ്, ഈ വചനം പ്രസംഗിക്കുന്ന നാവ് അറം പറ്റും ചില കാര്യങ്ങൾ. അങ്ങനെ നിങ്ങളെപ്പറ്റിയല്ല കേട്ടോ, നിങ്ങൾ ഉറങ്ങിക്കോ, നിങ്ങൾ ഉറങ്ങിക്കോ. നിങ്ങളെല്ലാം കേട്ട് എല്ലാം പഠിച്ച് മതിയായിട്ടിരിക്കുന്ന ആൾക്കാരോട് പിന്നെ ഞാനെന്ത് പറയാനാണ്? അതുകൊണ്ടാണല്ലോ ഉറങ്ങണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില കാര്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അപ്പുറത്തേക്ക് എത്തുമോ എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കണേ. ചില ഭവന നിർമ്മാണം തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ കുടുംബനാഥൻ ടീം തീർന്നിട്ടുണ്ടാവും. ചിലർ പറയും ഞാനിങ്ങനെയാണ് എന്ന് പറയും. അതുപോലെ തന്നെ അത് തീരും. ചിലതങ്ങനെയാണ്, ചില അവസ്ഥകൾ അങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ദുരാത്മാവാണ്, മരണത്തിൻ്റെ ദുരാത്മാവാണ്. അപ്പോൾ അത് ദൈവം നിശ്ചയിച്ച സമയമാണെങ്കിലേ മരണം അനുഗ്രഹപ്രദമാകുള്ളൂ. ദൈവം വിളിച്ചത് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയുള്ളൂ. അല്ലാത്തതൊന്നും കർത്താവിലല്ല നിദ്ര പ്രാപിക്കുന്നത്. നിദ്ര പ്രാപിക്കണം, ഉറങ്ങണം, അത് കർത്താവിലായിരിക്കണം. മരണശേഷം ആത്മാവ് നിദ്ര പ്രാപിക്കുന്നത് കർത്താവിലല്ലെങ്കിൽ ശേഷിച്ചവർക്ക് ബുദ്ധിമുട്ടാവും. എൻ്റെ ബാക്കി പറയുന്നില്ല, പറയാനായിട്ട് പബ്ലിക്കലി പറയാൻ പെർമിഷനില്ല, അതുകൊണ്ട് പറയുന്നില്ല. ബാക്കി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ദുരിതം പേറേണ്ടി വരും. നിങ്ങൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ദുരിതം പേറേണ്ടി വരും. നമ്മുടെ തലമുറകളിൽ പലതും കർത്താവിൽ നിദ്ര പ്രാപിക്കാത്തത് കൊണ്ടാണ് പൂർവിക ശാപം എന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനം കൂടാൻ നടക്കുന്നത്. അത് തന്നെ നമ്മളും ചെയ്താലോ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്ത് വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അതിനു വേണ്ടിയിട്ട് ഒരുക്കം ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു മജീഷ്യനെ വഴിയിൽ വെച്ച് ആര് കണ്ടാലും പറയും, ചോദിക്കും, ഒരു മാജിക് കാണിക്കുമോ? അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള ഒരുക്കം എപ്പോഴും ഉണ്ടാകും. ചെറിയൊരു ട്രിക്ക് അയാൾ കാണിക്കാൻ എപ്പോഴും കരുതും. കാരണം ആൾക്കാർ ചോദിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം, അതൊക്കെ ചോദിക്കുമെന്നുള്ളറിയാം. ശുശ്രൂഷകനെ സംബന്ധിച്ച് ബ്രദറെ എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഒരു സന്ദേശം എന്താ ഈശോ പറയുന്നതെന്ന് ചോദിക്കും. ശുശ്രൂഷകനും ഒരുക്കത്തിലായിരിക്കണം എപ്പോൾ ചോദിച്ചാലും കൊടുക്കാനായിട്ട്. കാരണം ഇത് മെസ്സേജ് എടുക്കുന്ന മെഷീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ ചോദിച്ചാലും കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. ഇതുപോലെ നമ്മൾ ഒരുങ്ങിയിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, കർത്താവിനെ പ്രതി ഒരുങ്ങിയിരിക്കണം. കാരണം ആത്മാവ് എപ്പോൾ നിദ്ര പ്രാപിച്ചാലും കർത്താവിലായിരിക്കണം നിദ്ര പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിദ്ര പ്രാപിക്കണം. ഈശോ പറഞ്ഞില്ല, ഞാനാണ് ജീവൻ നൽകുന്നത്. വചനം പഠിപ്പിക്കുന്നത്, ജീവശ്വാസവും ഞാൻ തന്നെ തരുന്നു. ഞാൻ എന്നേക്കും കോപിക്കില്ല, ഞാൻ എന്നേക്കും ശിക്ഷിക്കില്ല. എൻ്റെ അനന്തമായ കരുണ നിൻ്റെ മേലുണ്ട്. പക്ഷേ നിൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹം നിമിത്തം ഞാൻ നിന്നോട് കോപിച്ചു, നിന്നെ ഞാൻ ശിക്ഷിച്ചു. പക്ഷെ ഞാൻ നിന്നോട് കരുണ കാണിക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്ന് വചനം പഠിപ്പിക്കുന്നു. നിൻ്റെ ദുഷ്ടമായ അത്യാഗ്രഹമാണ് അതിന് കാരണം. ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരുവനെ വേദനിപ്പിക്കുന്നിടത്ത് കർത്താവ് അടങ്ങിയിരിക്കില്ല. കാരണം അവൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്കെതിരെ പരാതിപ്പെടും. ആ പരാതി സ്വീകരിച്ചാൽ കർത്താവ് അത് ഒത്തുതീർപ്പാകുന്നത് വരെ കർത്താവ് പിടിവിടില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഒരുങ്ങിയിരിക്കണം. നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഈ ധ്യാനം ലാസ്റ്റ് ധ്യാനമായിട്ട് നിങ്ങൾ കണ്ട് ആ ഒരുക്കത്തിലായിരിക്കണം ഓരോ ധ്യാനം കൂടേണ്ടത്. ഇതെൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ഇതെൻ്റെ ആദ്യ ബലി പോലെ എന്ന് പറയുന്നത്, എൻ്റെ അന്ത്യബലി പോലെ എന്ന് പറയുന്നത് പോലെ ഓരോ പരിശുദ്ധ ബലിയിലും നിങ്ങൾ ഒരുക്കത്തോടെ ചെല്ലണം, ഒരുങ്ങി പ്രാർത്ഥിച്ച് ചെല്ലണം. കർത്താവേ, നിന്നെ സ്വീകരിച്ച് മരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ നാമം ഉരുവിട്ട് മരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നിന്നിൽ മരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പാപത്തിൽ മരിക്കരുത്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ മരിക്കരുത്. ഇത് കർത്താവിൽ നിദ്ര പ്രാപിക്കലല്ല. ഒരു പാപാവസ്ഥ എന്നിൽ നിലനിൽക്കുമ്പോൾ ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആകുലതയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ നിദ്ര പ്രാപിച്ചത് കർത്താവിലല്ല, മക്കൾക്ക് ദുരിതം പേറാൻ വേണ്ടി അത് ഒടുങ്ങിയതാണ്. പിന്നെ ആ മക്കളാരും പോക്കാം. ഏതെങ്കിലും കാരണവന്മാർ, മാതാപിതാക്കൾ മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ മരണപ്പെട്ടിട്ടുണ്ടോ, ഈ മക്കളുടെ ശേഷിച്ച ജീവിതം ദുരിതപൂർണമായിരിക്കും. കാരണം ഈ വ്യക്തി മരിച്ചത് കർത്താവിലല്ല, മക്കളിലാണ്. ഈ ആത്മസ്ഥിതി എന്നും ഈ മക്കൾ പേറേണ്ടി വരും. ഈ ആത്മാവിനെ എന്നും ഈ മക്കൾക്ക് ദുരിതമായിട്ട് പേറേണ്ടി വരും. ആ മക്കൾക്ക് ഒരു കാലത്തും സ്വസ്ഥത കിട്ടത്തില്ല ഈ ആത്മാവ് സ്വർഗ്ഗത്തുന്നത് വരെ.
എപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് ഭാരമാകരുത്. പ്രത്യേകിച്ച് മരണത്തിൽ കിടന്ന കിടപ്പിലല്ല മരിക്കേണ്ടത്, നടക്കുന്ന നടപ്പിൽ മരിക്കാൻ പറ്റണം. ഒരു ദിവസം പോലും കിടക്കരുത് പ്രിയപ്പെട്ടവരെ. മരിക്കണത് ഓടി നടക്കുമ്പോൾ മരിക്കണം. ഒരാൾക്കും ഭാരമാകരുത്. നമ്മളാരും ശപിക്കരുത്. നമ്മുടെ മരണം നല്ല മരണമെന്ന് മറ്റുള്ളവർ പറയിപ്പിക്കണം. വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം തേടണം നിങ്ങൾ എപ്പോഴും. നമ്മൾ നിദ്ര പ്രാപിക്കുന്നത് മക്കളുടെ ആകുലതയിൽ നിദ്ര പ്രാപിക്കരുത്. ഏതെങ്കിലും ഒരു പാപം ഉണ്ടായിരിക്കെ അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പൊറുതി വാങ്ങിക്കാതെ നിദ്ര പ്രാപിക്കരുത്. ചില തെറ്റായ ബന്ധങ്ങളിൽ നിദ്ര പ്രാപിക്കരുത്. എല്ലാം വെച്ചൊഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ടാകണം. നിങ്ങളെക്കുറിച്ചുള്ള സ്വത്ത്, ഞാൻ മരിച്ചെങ്കിൽ ഈ സ്വത്ത് ഉണ്ടാക്കിയിട്ടതൊക്കെ എവിടെ പോകും എന്നുള്ള ചിന്തയിൽ നിദ്ര പ്രാപിക്കരുത്. ആ ഭവനത്തിൽ കംപ്ലീറ്റ് അൺക്ലീൻ സ്പിരിറ്റ് ആയിരിക്കും. അതിലെല്ലാം ഈ സ്പിരിറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പോകത്തില്ല. നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ കർത്താവെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുക, എന്നെ നീ സ്വീകരിക്കണമേ, ഇങ്ങനെ പറഞ്ഞു മരിക്കാൻ പറ്റണം. അതാണ് ഈശോ കാണിച്ചു തരുന്നത്. കർത്താവ് നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവസാനത്തെ തുള്ളിയും കൊടുത്തു. നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ജീവശ്വാസം വെടിഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, എത്ര ഭംഗിയുള്ള മരണമാണ് കർത്താവിൻ്റേത്. കുരിശിൽ അവൻ ഭൂമിയിലല്ല അവൻ മരിച്ചത്, ആകാശത്തിലല്ല അവൻ മരിച്ചത്. ആകാശത്തിനും ഭൂമിക്കും മധ്യയാണ് ക്രിസ്തു മരിക്കുന്നത്. എത്ര ഭംഗിയുള്ള മരണമാണ്, ഏറ്റവും മനോഹരമായിട്ടുള്ള മരണമാണ്. നമ്മൾ ആരാധിക്കേണ്ട മരണമാണ് ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത്. കാരണം മരണത്തെ ജയിക്കാൻ അവനാണ് നമ്മെ പഠിപ്പിച്ചു തന്നത്. മരണത്തെ ഭയക്കാത്തവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ പാപികൾക്ക് വേണ്ടി അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപികളായ നമ്മൾ അവൻ്റെ മരണം മൂലം നമ്മൾ നേടിയെടുത്ത ഈ ജീവിതം, രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ മരണത്തെ നമ്മൾ ഭയക്കരുത്. അതിൻ്റെ ദുരാത്മാവിനെ നമ്മൾ പുറത്താക്കണം. ദൈവം കൽപ്പിച്ചനുവദിച്ച് ആയുസ്സെത്താതെ മരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പ് വിളിച്ചുകൊണ്ട് പോകുന്നത് ദൈവമല്ല, മരണത്തിൻ്റെ ദുരാത്മാക്കളാണ്, ദുരാത്മാവാണ്, സൈത്താനിക്കാണ്. ദൈവമല്ല കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയണം. പ്രായമെത്താതെയുള്ള മരണം വിശുദ്ധരുടെ ജീവിതമല്ലെങ്കിൽ അത് ദൈവഹിതമല്ല. പ്രായമെത്തി തന്നെ മരിക്കണം. കിടന്ന കിടപ്പിലാണെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, ഒത്തിരി നാൾ നീണ്ട കിടപ്പുകൾ പാടില്ല. ഒത്തിരി നീണ്ടുപോകുന്ന കിടപ്പ് പാടില്ല. കോമാ സ്റ്റേജിൽ കിടക്കുന്ന അവസ്ഥ കിടക്കരുത്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ അത് വരാതിരിക്കുകയുള്ളൂ. മരണസമയത്ത് മക്കൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കണം മരണത്തിന് വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി. നല്ല ആരോഗ്യമുള്ളപ്പോഴാണ് നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബെസ്റ്റ് ടൈം. കാരണം അപ്പോഴാണ് ആയുസ്, കൽപ്പിച്ചനുവദിച്ച ആയുസ് തികയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. നല്ല മരണമെന്ന് പറയുന്നത് ആയുസ്, കർത്താവ് കൽപ്പിച്ച ആയുസ് എത്തി മരിക്കുന്നതാണ്. അതെത്തണം, അതെത്തി തന്നെ പോകാൻ പാടുള്ളൂ. അതിന് മുൻപേ പോയാലും മക്കൾക്ക് ദുരിതമാണ്, ശേഷിച്ചവർക്ക് ദുരിതമാണ്. അതിന് ശേഷം പോയാലും ശേഷിച്ചവർക്ക് ദുരിതമാണ്. പാടില്ല പ്രിയപ്പെട്ടവരെ, പാടില്ല. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു വ്യക്തി, ഒരു സ്ത്രീ 98 വയസ്സുണ്ട്, മരിക്കുന്നില്ല. ചാലക്കുടി ആ ഭാഗത്ത് എവിടെയോ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചതാണ്. ഇരിങ്ങാലക്കുടയാണ് ചാലക്കുടി, ഞാൻ മറന്നുപോയത്. 98 വയസ്സ്. അപ്പോൾ ഒരച്ഛൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇതാണ് എൻ്റെ ഗ്രാൻഡ്മയാണ്, അപ്പോൾ ഇത് അവസ്ഥ ഇതാണ്. അപ്പോൾ അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയപ്പോഴാണ് അച്ഛൻ ലീവിന് വന്നപ്പോൾ എന്നെ വിളിച്ചത്. ഞാൻ ചെന്നു. ഇത് പോകുന്നില്ല, ഇതിങ്ങനെ കിടക്കുക. ഞാൻ ഓരോ പ്രാവശ്യം വരും, ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്ത് സാക്രമെൻറ്റ് കൊടുത്ത് ഞാൻ തിരിച്ചു പോകും. പക്ഷേ ആൾ പോകുന്നില്ല, ഇതിങ്ങനെ കിടക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചാൽ, അച്ഛാ ഇതുപോലെ 3 എണ്ണം കൂടെ വേറെ കിടക്കുന്നുണ്ടല്ലോ പോവാതെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരിയാണ്, 3 പേര് ഏതാണ്ട് ഇതിനോട് അടുത്ത് പ്രായമുള്ള 80 മുകളിലും 95 താഴെയുമായിട്ടുള്ള വേറെ 3 എണ്ണം, മൊത്തം 4 പേരാണ് കിടക്കണേ, പോകുന്നില്ല. അപ്പം ഇതിൻ്റെ കാരണം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് 4ഉം തമ്മിൽ നല്ല ശത്രുതയിലാണ്. ഈ 4 എണ്ണം തമ്മിൽ 4ഉം കിടക്കുക. ഒരെണ്ണമേ അച്ഛൻ്റെ കസ്റ്റഡിയിൽ വരുന്നുള്ളൂ, ബാക്കി മറ്റ് പല റിലേറ്റീവ്സിൻ്റെ കസ്റ്റഡിയിലാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ കണക്ഷൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അതിൽ ഒരെണ്ണമാണ് ഈ 3 എണ്ണത്തിനും പിടിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ. ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇത് പോവില്ല. ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ പേര് വെച്ചാൽ പേര് വെളിപ്പെടുത്തി അങ്ങോട്ട് പോകണം. അപ്പോൾ അത് ചാലക്കുടിയല്ല, അത് കോഴിക്കോട്, കണ്ണൂരാണ്. ഞാൻ അച്ഛൻ പോയി പണി നോക്കി, എന്നെ കൊണ്ട് പറ്റില്ല, ശുശ്രൂഷയുണ്ട്, അതവിടെ കിടക്കട്ടെ ഇപ്പോൾ തൽക്കാലം, കുറച്ച് ദിവസം കൂടി അവധി പറയാൻ പറഞ്ഞു.
അയ്യോ ബ്രദറെ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നെയും പിടിച്ചിട്ടുണ്ട് ചായക്കരാമായണം ഓടുക. അന്ന് തന്നെ വണ്ടി എടുത്ത് അവിടെ ചെന്നു അവന് ഇതാണ് പ്രശ്നം, ഇതാണ് ബാക്കിയുള്ള 3 പിടിച്ചിട്ടില്ല, ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു ഇതിന് സാക്രമെൻ്റ് കൊടുക്കുക. ഇതിന് സാക്രമെൻ്റ് കൊടുത്തു. അതിന് സാക്രമെൻ്റ് കൊടുത്തു. 3 മണിക്കൂറിനുള്ളിൽ ആത്മാവ് പോയി. 3 മണിക്കൂറിനുള്ളിൽ പോയി. അത് കഴിഞ്ഞ് 3 ദിവസത്തിൽ ബാക്കിയുള്ള 4 പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കിടന്ന കിടപ്പിന് കാരണം ഏതാ? കിടന്ന കിടപ്പിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? മക്കൾ എത്ര ശപിച്ചിട്ടുണ്ടാകും ഇന്ന് ചത്ത് കിട്ടാനായിട്ടൊന്ന് ശപിച്ച് പ്രാഗിയിട്ടുണ്ടാവില്ലേ? എന്താ കാരണം? ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയതിൻ്റെ ഭവിഷ്യത്തല്ലേ ഈ കിടന്ന കിടപ്പും മറ്റുള്ളവരെ വെറുപ്പിച്ചതും. പ്രിയമുള്ള ദൈവജനമേ, ജീവിത അന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നത് വെറുതെ അല്ല. ജീവിതത്തിൻ്റെ അന്ത്യത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കണം. ജീവിതത്തിൻ്റെ അന്ത്യത്തെ ഓർത്ത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ല, നല്ല ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, ആയുസ് എത്തി മരിക്കുള്ളൂ. നിങ്ങൾ നൽമരണ ജപം എന്ന് പറഞ്ഞൊരു ജപം, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ജപം സഭ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ അതിരുന്ന് വായിക്കും. എല്ലാ ദിവസവും വായിച്ച് ധ്യാനിച്ച് കിടക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നല്ല മരണം തരാം. നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രാർത്ഥനാ രീതിയിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ നമ്മളെ ശപിക്കരുത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരിക്കലും ഒരു ഭാരമാകരുത് പ്രിയപ്പെട്ടവരെ. മക്കൾക്കെന്നതിനല്ല, ആർക്കും ഭാരമാകരുത്. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മരണത്തിനോടടുത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഒരു 70 കഴിഞ്ഞാൽ പിന്നെ അവരറിയരുത്, നിങ്ങൾ അവരെ ഒരുക്കാൻ തുടങ്ങണം. സ്പിരിച്വലി മക്കൾ ഒരുക്കണം മാതാപിതാക്കളെ. 70 കഴിഞ്ഞ മാതാപിതാക്കളുണ്ട്, അത് 90, 100 പോകുമായിരിക്കും. പക്ഷേ 70 തൊട്ട് മക്കൾ എല്ലാ ദിവസവും മാതാപിതാക്കളെ ഒരുക്കി പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ഏതെങ്കിലും പാപങ്ങൾ ഏറ്റുപറയണമെങ്കിൽ കർത്താവെ ബോധ്യം കൊടുക്കണേ, ഏറ്റുപറയണേ, മനസ്സിൽ നിന്ന് വെറുപ്പ് മാറ്റണേ, നല്ല മരണം കൊടുക്കണേ. മക്കൾ ഒരുക്കണം മാതാപിതാക്കളെ, മക്കൾ ഒരുക്കണം. എൻ്റെ അമ്മ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഈശോ പറഞ്ഞു, ഇത്ര ദിവസം ഇത്ര മണിക്ക് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞ് സന്ദേശം തന്നിട്ട് പിറ്റേ ദിവസം ശുശ്രൂഷയും തന്നു. ആ ദിവസം കർത്താവ് ആള് വേറെ ആളാണ്. ആ ദിവസം തന്നെ ശുശ്രൂഷ വന്നിട്ട് പറഞ്ഞ്, അമ്മ മരിച്ചോളൂ, നീ ശുശ്രൂഷക്ക് പോകാൻ പറഞ്ഞു. ശുശ്രൂഷ നിൽക്കുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. എന്നിട്ട് പോലും ശുശ്രൂഷ ഒഴിവാക്കി തന്നില്ല ഈശോ. ശുശ്രൂഷ ഒഴിവാക്കില്ല. ശുശ്രൂഷ തന്നിട്ട് പറഞ്ഞാൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത്, കാരണം ആ ശുശ്രൂഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ വിഹിതം കൂടെ അമ്മയ്ക്ക് കിട്ടണമെന്നുള്ള ദൈവഹിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മുൻകൂട്ടി കിട്ടുന്നതനുസരിച്ച് ഒരുക്കാൻ പറ്റും, നമുക്ക് ഒരുക്കാൻ പറ്റും, ഒരുക്കി പ്രാർത്ഥിക്കാൻ പറ്റും. ഒരുക്കി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ നാമത്തിൽ ഏതെല്ലാം വെറുപ്പ് വിദ്വേഷങ്ങളുണ്ടോ കംപ്ലീറ്റ് പുറത്താക്കണം. അവരിൽ നിന്ന് പുറത്ത് വന്ന് പ്യോറായിട്ട് അവർ മാറും, വിശുദ്ധീകരിക്കപ്പെടും. അവരെ ഒരുക്കണം. അവരറിയരുത്, അവർക്ക് ഭയം വരും. അവരോടൊന്നും പറയണ്ട. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തോട് സംസാരിച്ചാൽ മതി, ദൈവം ഒരുക്കും. എന്ന് വെച്ചിട്ട് നേരത്തെ വിളിച്ചുകൊണ്ട് പോകുന്നല്ല, സമയത്തിൽ തന്നെ പോവുള്ളൂ. പക്ഷേ ഒരുക്കത്തോടെ അവർ പോകും. ദൈവം കൽപ്പിച്ച സമയത്തെ അവർ പോകത്തുള്ളൂ, ഒരുക്കത്തോടെ അവർ പോകും. അതിനുവേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തി ഒരുക്കി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവരിൽ നിന്നുള്ള പൂർവിക ശാപത്തിൻ്റെ കെട്ട് ഈ പ്രാർത്ഥന വഴി നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറയിൽ നിന്ന് ഒരെണ്ണം 70 കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ പൂർവിക ശാപത്തെ ഒഴിവാക്കാൻ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് കൂടെ കയറ്റി വിട്ടോളണം. ഒന്നും ഇങ്ങോട്ട് വരരുത്, സമ്മതിക്കരുത്. പോകുമ്പോൾ ഇതും കൂടി കൊണ്ടുപോയിക്കോ, പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത് വിട്ടേക്കണം. പെട്ടിക്കകത്തല്ല വെക്കേണ്ടത്, ആത്മാവിൻ്റെ അകത്ത്. അപ്പൻ്റെ തലമുറ തൊട്ട്, അമ്മയുടെ തലമുറ തൊട്ട് ഇങ്ങോട്ട് പുറകിലേക്കുള്ളത് എന്തെല്ലാം അമ്മയിലെത്തി നിൽക്കുന്നുണ്ടോ അവിടം വെച്ച് നിന്നോണം. ഇപ്പുറത്തോട്ട് വരരുത്. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും, പബ്ലിക്കലി പറയാൻ പറ്റില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പോകുമ്പോൾ അതും കൊണ്ടേ പോവുള്ളൂ. നീ പിന്നെ ബലിയർപ്പിച്ചാൽ മതി ഈ ആത്മാവിന് വേണ്ടി. മുടങ്ങരുത്. എല്ലാ മാസവും മരിച്ച ഡേറ്റിൽ, എല്ലാ മാസവും, ഒറ്റ മാസം മുടങ്ങരുത്. എല്ലാ മാസവും കുർബാന കൊടുക്കണം. ഒറ്റ മാസം മുടങ്ങാൻ പാടില്ല. മരിച്ച ഡേറ്റ് 10-ാം തീയതിയാണോ മരിച്ചത്, എല്ലാ മാസവും 10-ന് കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവണം. എത്ര പേര് മരിച്ചോ അത്രയും പേർക്കും. ഒരു ബ്രേക്കും വരരുത്. ആണ്ടിലൊരു ബലിയല്ല, മാസം ഒരു ബലി കൊടുക്കണം. എല്ലാ മാസവും കുർബാനയ്ക്ക് പൈസ കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നോ, നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം വിശ്വാസത്തെ പ്രതി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വിശ്വാസത്തെ പ്രതി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യും.
ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളിൽ ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. കാരണം അവൻ കൂടുതൽ ആത്മാക്കളെ നമുക്ക് വേണ്ടി തരും. ഇതിനു വേണ്ടി കൂടെ നിങ്ങൾ പ്രാർത്ഥിക്ക് എന്ന് ദൈവത്തിൻ്റെ മാലാഖ നമ്മളോട് സംസാരിക്കും. ഈ ആത്മാവിന് വേണ്ടി കൂടി നീ പ്രാർത്ഥിക്ക്. നമുക്കൊരു പരിചയമില്ലാത്ത കുറേ ആത്മാക്കളെയൊക്കെ നമ്മൾ കണ്ണടക്കും ഈശോ കാണിക്കും, മരിക്കാറായി കിടക്കുന്നത്. നമ്മളെ കൊണ്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിക്കും. ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ട് അത് മാറും. ആത്മാക്കളുടെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരും. പല വിശുദ്ധരോടും അമ്മ ത്രേസ്യയുടെയൊക്കെ ജീവിതത്തിലെടുത്ത് വായിച്ചു നോക്കിയും എത്രയോ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളോട് അമ്മ സംസാരിച്ചിട്ടുണ്ട്. യുവപ്രാസ്യമ്മയുടെ അടുത്ത് വായിക്കുക, നിങ്ങളെടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അവർ ആത്മാക്കളെ കണ്ടു പ്രാർത്ഥിച്ചിരുന്നവരാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സ്ഥാനം എത്രയോ മഹത്വമുള്ളൊരു സ്ഥാനമായിട്ട് ദൈവം നമ്മളെ കാണുമെന്നറിയോ. ദൈവം നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ പ്രതി സന്തോഷിക്കുന്ന ഒരു തലമുണ്ട്. അതല്ലാതെ എൻ്റെ വയറുവേദന മാറണേ, എൻ്റെ പല്ലുവേദന മാറണേ എന്നും പറഞ്ഞ് വിലകെട്ട പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നാണം കെടുത്തി വെച്ചിരിക്കുക. പ്രാർത്ഥനയുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കളഞ്ഞ് ഈ വയറിളക്കവും ഛർദിയും മൂക്കൊലിപ്പും മാറാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ കരവും പിരിച്ച് പിടിച്ച് നിൽക്കുക. നാണയില്ലേ? കുറച്ചും കൂടി നിലവാരം വേണ്ടേ പ്രിയപ്പെട്ട? ഒന്നുമില്ലെങ്കിൽ ക്രിസ്ത്യാനിയല്ലേ? പ്രാർത്ഥനയ്ക്കൊരു നിലവാരം വേണ്ടേ? വിജാതീയനെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? മോശമല്ലേ അത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഒരു സ്റ്റാൻഡേർഡ് തോന്നണ്ടേ ദൈവത്തിന്? അതായത് അല്ല നമ്മൾ ഉടുത്തൊരുങ്ങി ഈ ഒരു വേഷത്തിനകത്ത് നിന്നിട്ടും ഇങ്ങനെയൊക്കെ നടന്നിട്ടും വാ തുറന്നാൽ പോയി തമ്പുരാൻ പറയും. ഉടുത്തൊരുങ്ങി വരുന്നുണ്ട്, കെട്ടിച്ചമഞ്ഞുകൊണ്ട് വരും. വാ തുറക്കാതിരുന്നാൽ മതിയായിരുന്നു ദൈവം വിചാരിക്കും നമ്മളെക്കുറിച്ച്. കാരണം വാ തുറക്കുമ്പോൾ ഈ എള്ള കൊണ്ട് വേസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് കൊണ്ട് തമ്പുരാൻ്റെ മുന്നിൽ കൊണ്ട് കൊട്ടിയിടാൻ വേണ്ടിയിട്ട് വാ തുറക്കാം. വൃത്തികേട്. അങ്ങനെ കർത്താവിനെ ആ വേസ്റ്റ് ബിന്നാക്കി മാറ്റരുത്. കർത്താവ് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു വേസ്റ്റ് ബിന്നല്ല തമ്പുരാൻ. അതൊക്കെ നിനക്ക് തന്നെ സാധിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അധികാരം തന്നിട്ടുണ്ട്. യു ഹാവ് ടു യൂസ് ദാറ്റ് അതോറിറ്റി. നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിക്കണം. ദൈവത്തെ നീ ആരാധിക്കണം. അനാവശ്യമായിട്ടുള്ള ഇൻറ്റൻഷൻസും കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പോകരുത്. അധികാരം ഉപയോഗിച്ച് അതിനെ ബന്ധിച്ച് പൂട്ടണം. നിന്നിലുള്ളത്, മറ്റുള്ളവരുടെ ഒന്നും ചെയ്യരുത്, നിന്നിലുള്ളത് മാത്രം. നിനക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിൻ്റെ രോഗത്തെ, നിൻ്റെ കെടുതികളെ, നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ, നിൻ്റെ കുടുംബ പ്രശ്നങ്ങളെ നിനക്ക് ബന്ധിക്കാൻ പറ്റും. നിനക്ക് തന്നിരിക്കുന്ന അധികാരം മാത്രമേ നീ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. മറ്റാർക്കും വേണ്ടിയിട്ട് നീ ഉപയോഗിക്കരുത്, നിനക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഉപയോഗിച്ച് അതെല്ലാം നിനക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ഒരു അസുഖത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല തമ്പുരാൻ്റെ മുമ്പിൽ. അതൊക്കെ നിനക്ക് തന്നെ ഞാൻ ഇന്ന് രാവിലെ മുതലെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുള്ള അസുഖത്തെ, ബാധ്യതകളെ, കടത്തെ ഒക്കെ നിങ്ങൾക്ക് തന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. അത് നിങ്ങളുടെ കുറവാണ്. ദൈവം നിങ്ങൾക്ക് തന്നിട്ട് ഉപയോഗിക്കാത്തതിൽ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ദൈവം ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ടാണ് പല അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് മൈൻഡ് പോലും ചെയ്യാത്തതെന്നാണെന്നറിയോ? ഓൾറെഡി അതിനെ ബന്ധിക്കാൻ നിനക്ക് കൃപയുള്ളത് കൊണ്ട് കർത്താവ് അനങ്ങാത്തതാണ്. നിങ്ങളൊരു 3 വർഷക്കാലം ഒരു അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മാറുന്നില്ലേ? പിന്നെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ബന്ധിക്കാൻ തുടങ്ങണം. എന്നാലേ അത് സൗഖ്യമാക്കപ്പെടുകയുള്ളൂ. 3 വർഷം മാക്സിമം. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടൊരു ടൈമുണ്ട്. ദൈവത്തിൻ്റെ ഇടപെടലിന് കടന്നു വരാൻ വേണ്ടി പോലും നിങ്ങളൊരു ടൈം ദൈവത്തിന് അനുവദിച്ചാൽ അതിനപ്പുറത്തേക്ക് പിന്നെ ദൈവത്തിനായിട്ട് സമയം കൊടുക്കരുത്. പിന്നെ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനുള്ള അധികാരം ദൈവം നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ആ അധികാരത്തെ നിങ്ങൾ യൂസ് ചെയ്യുക. അതല്ലാതെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, എന്നാൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ രീതിയല്ല മാറ്റേണ്ടത്. ഉപവസിച്ചിട്ട് ദൈവം കഴിക്കുന്നില്ല, എന്നാൽ പിന്നെ ജാഗരണ പ്രാർത്ഥന ചെയ്യേണ്ടി വരും. അതായിരിക്കും. അങ്ങനെയല്ല, നിങ്ങളിലുള്ള അധികാരത്തെ യൂസ് ചെയ്യുക. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അതാണ് നിങ്ങളുള്ള അധികാരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കർത്താവ് നിങ്ങളെക്കൊണ്ട് തന്നെ അത് ഹീൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കുക. അതല്ലാതെ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നാൽ ഞാൻ ഇങ്ങനെ ഇരിക്കാം, മുട്ടുകുത്തി എന്നാൽ പറ്റില്ല, കല്ലുപ്പയിൽ മുട്ടുകുത്തി നിൽക്കേണ്ടി വരും, എന്നാലേ ഒന്നും നടക്കില്ല. കാരണം തരാത്തതാ, കിട്ടാത്തതാ. പിന്നെ അതിൻ്റെ ചോദിക്കണേ, നിനക്ക് തന്നെയാണ്, നീ തന്നെയാണ് അതിന് ഉത്തരം. നീ തന്നെ ബന്ധിക്കേണ്ടി വരും ചില കാര്യങ്ങൾ. ഭർത്താവിനെ ബന്ധിക്കാൻ ഭാര്യയ്ക്കും, ഭാര്യയെ ബന്ധിക്കാൻ ഭർത്താവിന് അധികാരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. കെട്ടിയോൾക്ക് കുഴപ്പമുണ്ടോ? കെട്ടിയോൻ പ്രാർത്ഥിക്കണം. ബന്ധിക്കണം, കെട്ടണം, കെട്ടിപ്പൂട്ടിയിടണം. താലി കെട്ടിയിട്ടുണ്ടോ? എല്ലാ അർത്ഥത്തിലും കെട്ടാനായിട്ട് അധികാരമുണ്ട്, എല്ലാ അർത്ഥത്തിലും. ഇത് തന്നെ തിരിച്ചു. അവിടെ നിങ്ങൾ പരാതി ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് തന്ന ഇണയും തുണയുമായിട്ട് തന്നത് ഈ വകുപ്പ് പറയാൻ പറ്റില്ല. ആദം ചെയ്ത തെറ്റിന് ഹവ്വ ചെയ്ത തെറ്റിന് ആദത്തോട് കുറ്റം പറഞ്ഞവനാണ് കർത്താവ്. വിടില്ല.
രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ തന്നെയാണ് ഭരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുണ്ടോ? നിനക്ക് ബന്ധിക്കാൻ പറ്റും. കുറവുണ്ടോ? നിനക്ക് ബന്ധിക്കാൻ പറ്റും. മക്കളെ തന്നത് നിൻ്റെ കയ്യിലേക്കാണ്. കർത്താവ് എൻ്റെ മകൻ അനുസരണക്കേട് കാണിക്കുന്ന ദൈവത്തോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വടിയെടുത്ത് തല്ലേണ്ടടുത്ത് തല്ലണം. കർത്താവ് അതിൻ്റെ അധികാരം മാതാപിതാക്കൾക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുക, അധികാരം കാണിക്കുന്നില്ല. മക്കളുടെ താളത്തിനൊത്ത് മാതാപിതാക്കൾ തുള്ളിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു എന്ന് ദൈവത്തോട് പരാതിയുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് ചെല്ലുന്നു. ഇവിടെയെല്ലാം ദൈവം തന്നിരിക്കുന്ന അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. ഇത് യൂസ് ചെയ്യണം. മാതാപിതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആഫ്റ്റർ 70 നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് നല്ല മരണം കിട്ടാൻ. അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മക്കളുടെ അടുത്ത് അധികാരം കാണിച്ചാൽ, പ്രിയപ്പെട്ട ദൈവജനം, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുകയുള്ളൂ. മക്കൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, അവരെ നശിക്കത്തില്ല. അവരെ ശിക്ഷിക്കാതെ വളർത്തുന്നിടത്ത് കർത്താവ് നിങ്ങളെ ശിക്ഷിക്കും. മക്കളിലൂടെ തന്നെ നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങൾ അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും അവരിലൂടെ. അവരെ നിങ്ങൾ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അവരിലൂടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഇന്ന് പല കുടുംബങ്ങളും അതാ നടക്കണേ. ആ മക്കളെ മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളായിട്ട് മാറ്റപ്പെട്ടിരിക്കുക. മാതാപിതാക്കളെ അനുസരിപ്പിക്കുന്ന മക്കളായി ഇന്ന് പല കുടുംബങ്ങളിലും. ദൈവഹിതമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ ബലിക്കുള്ള സമയമാണ്.